പച്ചപ്പും ചരിത്രവും സാഹസികതയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഇടങ്ങളിലൊന്നാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വിയറ്റ്നാമിലെ നിൻ ബിൻ. കരയിലെ ഹാലോങ് ബേ എന്നറിയപ്പെടുന്ന ട്രാങ്ക് ആൻഡ് ഈക്കോ ടൂറിസം കോംപ്ലക്സിലെ ഈ വഞ്ചി യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ കൂറ്റൻ ചുണ്ണാമ്പ് പാറക്കെട്ടുകളും അവയ്ക്കിടയിലെ നിഗൂഢമായ ഗുഹകളും ശരിക്കും നിങ്ങൾക്കൊരു ഹോളിവുഡ് സിനിമയിലെ അനുഭവം നൽകും. ശേഷം അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കായി ഹാങ് മൂവായും ഉണ്ട്. ഏതാണ്ട് 500 പടികൾ കയറി മുകളിലെത്തി അവിടെ നിന്നുള്ള കാഴ്ച പറയാൻ വാക്കുകളില്ല. ചുറ്റും പരന്നു കിടക്കുന്ന നെൽവയലുകളും നദിയും മലകളും. ഈ യാത്രയുടെ മുഴുവൻ വിശേഷങ്ങൾ അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് അസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിയറ്റ്നാമിലെ 6ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇപ്പോഴുള്ളത് ഹനോയിലാണ്. ക്ലൂക്ക് വഴി ഒരു 1 ഡേ ടൂർ പാക്കേജ് എടുത്താണ് ഇന്നത്തെ യാത്ര. ഇതിൽ 3 സ്ഥലങ്ങളാണ് ഇന്ന് സന്ദർശിക്കുന്നത്: ഹൊആലു, ട്രാങ്ക് ആൻഡ് പിന്നെ ഹാങ് മൂവ. 8600 രൂപയാണ് 2 പേർക്കുള്ള ചാർജ്. ഇതിൽ യാത്രയും ഉച്ചഭക്ഷണവും ഉൾപ്പെടും. സ്ക്രീനിൽ കാണുന്നത് പോലെ 3 റൂട്ടാണ് പാക്കേജിൽ ഉള്ളത്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മാക്സിമം 11 പേരടങ്ങുന്ന പാക്കേജാണ് ബുക്ക് ചെയ്തതെങ്കിലും യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾ മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ. കുറച്ചു ചെന്ന ശേഷം വേറെ 2 പേര് കൂടി കയറി. അതുകൊണ്ട് ഇത് ഒരു തരത്തിൽ പ്രൈവറ്റ് ടൂർ പോലെ തന്നെ ആയിരുന്നു. പോകുന്ന വഴിയിൽ ഒരിടത്ത് വണ്ടി നിർത്തി. ഇത് മുള കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളുടെ ഒരു എക്സിബിഷനാണ്. ഞങ്ങളെ ഒരു ഹാളിൽ ഇരുത്തി അവർ അവിടെ മുള കൊണ്ട് നിർമ്മിക്കുന്ന പലതരം വസ്തുക്കൾ പരിചയപ്പെടുത്തി. ക്ലീനിങ് ടവൽസ്, നടുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഉള്ള ബെൽറ്റ്, ടവൽസ്, ഷർട്ട്, ഷോൾ, അങ്ങനെ കുറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം വിൽക്കുന്ന ഷോപ്പിംഗ് മാർക്കറ്റും അവിടെ ഉണ്ട്. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ തിരിച്ചു വണ്ടിയിൽ കയറി. പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ മലകൾ കാണാൻ തുടങ്ങി. വണ്ടി ഒരു ഹോട്ടലിൽ നിർത്തി. അവിടെ ധാരാളം സൈക്കിളുകൾ വെച്ചിട്ടുണ്ട്. ഗൈഡ് അതിൽ നിന്ന് ഒരെണ്ണം ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള യാത്ര സൈക്കിളിലാണ്. മനോഹരമായ മലകളുടെ നടുവിലൂടെ ഒരു സൈക്കിൾ യാത്ര. പോകുന്ന വഴിയിൽ കണ്ട ഒരു പാലമാണിത്. മലമ്പ്രദേശമാണെങ്കിലും കുത്തനെയുള്ള കയറ്റങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്താണ് സൈക്കിളിൽ യാത്ര ചെയ്തത്. റോഡിന്റെ ഇരുവശങ്ങളിലും ധാരാളം മുളകളുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ ഹൊആലുയിൽ എത്തി. ഹൊആലു ഒരു കാലത്ത് വിയറ്റ്നാമിന്റെ തലസ്ഥാനമായിരുന്നു. 10ാം നൂറ്റാണ്ടിൽ വിയറ്റ്നാം ഭരിച്ചിരുന്ന രാജവംശം ഇവിടെയാണ് ജീവിച്ചിരുന്നത്. സൈക്കിൾ അവിടെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് നടന്നു. ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് പണ്ടുകാലത്ത് മിലിറ്ററി പരേഡ് നടന്നിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. വിയറ്റ്നാമിലെ അമ്പലങ്ങളിൽ ഇവർ രാജാവിനെയാണ് ആരാധിക്കുന്നത്. ഈ കല്ല് പഴയ രാജസിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്നാണ് കരുതപ്പെടുന്നത്. ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഇരുവശങ്ങളിലും കുളങ്ങളാണ്. ഇതാണ് ക്ഷേത്രം. ഇവിടെയും നേരത്തെ കണ്ട പോലത്തെ കൊത്തുപണികൾ ചെയ്ത കല്ല് കാണാം. ഇവിടുത്തെ അമ്പലങ്ങളിൽ പ്രധാനമായും മദ്യമാണ് ഇവർ സമർപ്പിക്കുന്നത്. ഇത് രാജാക്കന്മാരുടെ കല്ലറകളാണ്.
കുറച്ചു നേരം കുളക്കരയിൽ ഇരുന്നു. ഇനി ഇതിനുള്ളിൽ തന്നെയുള്ള വേറൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇത് രാജാവ് ഉപയോഗിച്ച പല്ലക്കാണ്. അവിടെ നിന്നിറങ്ങി തിരിച്ച് ഹോട്ടലിലെത്തി. അവിടെ നിന്ന് വിയറ്റ്നാമീസ് ലഞ്ചാണ് കഴിച്ചത്. ഊണ് കഴിച്ച ശേഷം അവിടെ നിന്ന് പോയത് ട്രാങ്കാനിലേക്കാണ്. ട്രാങ്കാൻ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ട്രാങ്കാൻ ബോട്ട് റൈഡ് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ബോട്ട് റൈഡും പാക്കേജിൽ ഉൾപ്പെട്ടതാണ്. സമയം ഉച്ചയായിട്ടും വെയിൽ ഒട്ടുമില്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെ നീളുന്ന ബോട്ട് റൈഡാണിത്. പച്ചപ്പും നദികളും മലകളും ഗുഹകളും ചേർന്നുണ്ടാക്കുന്ന അസാധാരണമായ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ടാണ് ഇത് ലോക പ്രശസ്തം. പോകുന്ന വഴിയിലുള്ള ഗുഹയാണിത്, ലാം കേവ്. ഇവിടെയുള്ള എല്ലാ ഗുഹകളും ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് ഉണ്ടായവയാണ്. 60 മീറ്റർ നീളമുള്ള ഗുഹയാണിത്. ആദ്യമായിട്ടാണ് വെള്ളത്തിലെ ഒരു ഗുഹയിലൂടെ യാത്ര ചെയ്യുന്നത്. കുറച്ചു ചെന്നപ്പോൾ അടുത്ത ഗുഹ എത്തി, വാങ് കേവ്. ഇത് 250 മീറ്റർ നീളമുള്ള ഗുഹയാണ്. ചിലയിടങ്ങളിൽ നമ്മളുടെ തല ഗുഹയിലിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തല സൂക്ഷിക്കണം കേട്ടോ. ബോളിവുഡ് സിനിമ കോങ് സ്കൾ ഐലൻഡ് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണിത്. ഇത് സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു പവിലിയൻ ആണ്. ഷൂട്ടിങ്ങിന് ശേഷം ഇത് അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നു. മടുത്ത ഋതുക്കുട്ടി അവിടെ കിടപ്പായി. ഇത് 320 മീറ്റർ നീളമുള്ള ട്രൗ കേവ്, ബഫല്ലോ കേവ് എന്നും അറിയപ്പെടുന്നു. മറ്റു ഗുഹകളേക്കാൾ ഉയരം കുറഞ്ഞ ഗുഹയാണിത്. ഋതുക്കുട്ടിയുടെ കിടപ്പ് കണ്ട് പല യാത്രക്കാരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. വിയറ്റ്നാമിൽ ഇതുവരെ സന്ദർശിച്ചതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ട്രാങ്കാൻ.
അടുത്ത ഗുഹയായ ഡായ് കേവ് ആണിത്. 150 മീറ്റർ നീളമാണ് ഈ ഗുഹയ്ക്കുള്ളത്. ഈ കാണുന്ന പവിലിയനും സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. അങ്ങനെ 2 മണിക്കൂർ നീണ്ട ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് കരയിലെത്തി. പുറത്തേക്കുള്ള വഴിയിൽ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ധാരാളം ലാന്തേൺസ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ട്രാങ്കാനിൽ നിന്നും ഞങ്ങൾ പിന്നെ പോയത് മൂവ കേവ്സിലേക്കാണ്. ഗൈഡ് ടിക്കറ്റ് അവിടെ കാണിച്ചു. ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു. മൂവ എന്നത് വിയറ്റ്നാമീസ് ഭാഷയിൽ നൃത്തം എന്നാണ് അർത്ഥം. പണ്ട് കാലത്ത് രാജാവ് ഈ കുന്നിനു താഴെ നൃത്തപ്രകടനങ്ങൾ കാണാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മൂവ കേവ് മലയ്ക്ക് താഴെയുള്ള ഗുഹയാണ്. മലയുടെ മുകളിൽ വ്യൂ പോയിന്റ് ആണ് ഉള്ളത്. മൂവ കേവിന്റെ മുകളിലെത്താൻ 500 പടികളിലധികം കയറണം. കുറച്ച് കുത്തനെയുള്ള പടികളാണ്. ഇത് പകുതി വഴിയിൽ നിന്നുള്ള കാഴ്ചയാണ്. മലയും നദിയും ദൂരെ താമരപ്പാടവും കാണാം. മൂവ കേവിന് മുകളിൽ 2 വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഡ്രാഗൺ പീക്ക് പിന്നെ പഗോഡ വ്യൂ പോയിന്റ്. രണ്ടും 2 ദിശയിലായിട്ടാണുള്ളത്. ഞങ്ങൾ ഡ്രാഗൺ പീക്കിലേക്കാണ് പോകുന്നത്. ഇതാണ് മുകളിലെത്തുമ്പോഴുള്ള കാഴ്ച. ഒരു വശത്ത് താമരപ്പാടവും മറുവശത്ത് നെൽപ്പാടവും. ഇതിന്റെ മുകളിലാണ് ഡ്രാഗന്റെ ശില്പമുള്ളത്. ഏറ്റവും മുകളിലെത്തിയാൽ പിന്നെ പടികളില്ല. പാറയിൽ ചവിട്ടി വേണം കയറാൻ. ചെറിയൊരു വഴിയാണ്. കുറച്ച് തിരക്കുമുണ്ട്. ഇതാണ് ഡ്രാഗൺ. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. അവിടെ നിന്ന് താഴേക്കിറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ഇതിനടുത്ത് തന്നെയുള്ള ലോട്ടസ് ഫാമിലേക്കാണ്. താമരകൾ വിരിയുന്ന സമയത്ത് ഈ തടാകം മുഴുവൻ പിങ്ക് വൈറ്റ് നിറത്തിലുള്ള താമരകൾ കൊണ്ട് നിറയും. അങ്ങനെയുള്ള സമയത്ത് വരികയാണെങ്കിൽ ഫോട്ടോഷൂട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു സ്പോട്ടാണിത്. തടാകത്തിന് കുറുകെ നിറയെ മരപ്പാലങ്ങളുണ്ട്. അതുവഴി നടന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വിയറ്റ്നാമിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.